ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അരിയുണ്ടയാണ്. അതിനായി ആദ്യം തന്നെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തത്. സാധാരണ അരിയുണ്ട ഉണ്ടാക്കാൻ മട്ടരിയാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അരി എടുത്തത്. നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലിട്ട് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി ഞാൻ എടുത്തത് ശർക്കരയാണ്. ഇതുപോലുള്ള 5 ക്യൂബ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അത് അവിടുന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. ഞാനിത് 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ അരി മൂത്ത് വരുന്ന സമയത്ത് പൊട്ടി വരാൻ തുടങ്ങും. ആ പൊട്ടി വരുന്ന സമയത്ത് കൈ ഇളക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. അതുപോലെ ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലപോലെ തന്നെ അരി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തെരിതെരിപ്പോട് കൂടിയിട്ട് പൊടിക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാഷ്യൂ നട്ടാണ്. അതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ അരിയുണ്ട നമുക്ക് കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഞാനിത് നല്ലപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച ശർക്കര എടുത്ത് നമുക്കിതിലേക്ക് അരിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കര നല്ലപോലെ തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ തേങ്ങ ചിരവിയതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഒരു വലിയ തേങ്ങ തന്നെ എന്തായാലും എടുക്കണം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഈ തേങ്ങയും ശർക്കരയും കൂടി ഒന്ന് വെന്ത് വരണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ശർക്കരയും തേങ്ങയും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെ നല്ല ചൂടിൽ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അരി കൊണ്ട് വല്ലാതെ സോഫ്റ്റായി പോവും. ഇട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അരി ഇടുന്നത്. ഒന്ന് തണുത്തതിന് ശേഷമാണ് അരി ചേർക്കുന്നത്. ഇനി ഇത് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാനിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കാഷ്യൂനട്ടാണ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, ഒരു ചെറിയ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. നമുക്ക് ഈ അരി കൊണ്ട് കഴിക്കുന്ന സമയത്ത് ഈ കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം, അതുപോലെയാണ് പൊടിച്ചത്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല ചൂട് പോയിട്ടൊരു ചെറിയ ചൂട്, ചെറു ചൂടില്ലേ, ആ ഒരു ചൂടിൽ നമുക്കിതൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ മുഴുവനും ബോൾസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാനിവിടെ മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അരിയോടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.